ബാക്ക് ടു സൈലം ലേണിംഗ്. ആണുമ ടീച്ചറാണേ. അപ്പൊ ദാ കുഞ്ഞുങ്ങൾക്ക് നാളെ എക്സാം അല്ലേ? എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാറുണ്ടോ? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമായിരുന്നു അല്ലെ, അത്ഭുത പൂത്തിരി. അപ്പൊ അത്ഭുത പൂത്തിരിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? ആരാന്നെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. അതൊരു തിമിംഗലമായിരുന്നു അല്ലെ. തിമിംഗലത്തിന്റെ പേരെന്താണ്? ഔമിത്തിമിംഗലം എന്നായിരുന്നു അല്ലെ. എന്താ പേര്? ഔമിത്തിമിംഗലം. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അത്ഭുത പൂത്തിരി എന്നുള്ള പാഠഭാഗം നിങ്ങളുമായിട്ട് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഔമിത്തിമിംഗലം എവിടെയാ ജീവിക്കുന്നത്? ഔമിത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത് അല്ലെ. കടലിൽ ഔമിത്തിമിംഗലം മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ, വേറെയും ഒരുപാട് തരത്തിലുള്ള കൂട്ടുകാര് അവിടെ താമസമുണ്ട്. അപ്പൊ അവരുടെ കുറെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് അല്ലെ, കുട്ടി കുട്ടി മീനുകൾ ഉണ്ടല്ലോ. ആ കുട്ടി കുട്ടി മീനുകൾക്ക് ഒരു ദിവസം എന്താണ്, ഒരു ആഗ്രഹം തോന്നുകയാണ് അല്ലെ. എന്താഗ്രഹം അവർക്ക് തോന്നുന്നത്? അവരാഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കും പക്ഷികളെ പോലെ പറക്കണമെന്ന്. എന്നാ മീനുകൾക്ക് കുഞ്ഞുങ്ങളെ പറക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. എന്നിട്ടും ഈ കുഞ്ഞു മീനുകളുടെ ആഗ്രഹം എന്താ? അവർക്കും പക്ഷികളെ പോലെ പറക്കണം. അങ്ങനെ പറക്കാൻ സാധിക്കോ? ഇല്ല. പക്ഷെ അവരുടെ കയ്യിലൊരു ഉപായമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. എന്ത് ബുദ്ധിയാണെന്നറിയാവോ? അതിനു വേണ്ടിയിട്ടാണ് അവര് ഔമിത്തിമിംഗലത്തിന്റെ അടുത്ത് എത്തിയത്. അങ്ങനെ ഈ ഔമിത്തിമിംഗലത്തിന്റെ അടുത്ത് എത്തിയ കുഞ്ഞു മത്സ്യങ്ങൾ എന്ത് പറഞ്ഞു? ഔമിയോട് പറഞ്ഞു, ഔമി ഞങ്ങൾക്കൊരു ആശയുണ്ട്, നീ ഞങ്ങൾക്കത് സാധിച്ചു തരുമെന്ന്. അപ്പൊ ഔമി ചോദിച്ചു, അല്ല എന്താ നിങ്ങളുടെ ആശ, ഒന്ന് വേഗം പറഞ്ഞേന്നല്ലേ. അപ്പൊ നമ്മുടെ കുഞ്ഞു മത്സ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കും പക്ഷികളെ പോലെ ഇങ്ങനെ പറക്കണം. അത് കേട്ടപ്പോ ഔമി അത്ഭുതപ്പെട്ടു അല്ലെ. നിങ്ങൾക്ക് അതിനെ ചിറകുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാ അപ്പൊ പറക്കാൻ പറ്റുക? മത്സ്യങ്ങൾക്ക് ചിറകില്ലല്ലോ അല്ലെ. പക്ഷികളെ പോലെ അവർക്ക് ആകാശത്തൂടെ പറക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോ ആ കുഞ്ഞു മത്സ്യങ്ങൾ ഔമിയോട് ഇങ്ങനെ കെഞ്ചി പറഞ്ഞു അല്ലെ, അല്ല ഔമി നീ വിചാരിച്ച എന്തായാലും നടക്കും, ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പൊ ഔമി എന്താണ്, ബുദ്ധിമാനാണല്ലേ. അപ്പൊ ഔമി എന്ത് പറഞ്ഞു? ഓക്കെ, ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാന്നല്ലേ. അങ്ങനെ ഔമി ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാം, പക്ഷെ ഞാൻ പറയുന്നത് എന്ത് ചെയ്യണം? എല്ലാവരും അനുസരിക്കണം എന്ന്. അപ്പൊ എന്താ ഔമി പറഞ്ഞതെന്നറിയോ? ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്റെ പുറത്ത് വേഗം വരണം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശക്തിയായിട്ട് വെള്ളം ചീറ്റും അല്ലെ. ശക്തിയായിട്ട് വെള്ളം ചീറ്റും. ദാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. അങ്ങനെ ശക്തിയായിട്ട് വെള്ളം ചീറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും പറക്കുന്നത് പോലെ തോന്നും അല്ലെ. നോക്കിക്കേ, അങ്ങനെ ഔമി വെള്ളം ശക്തിയായിട്ട് ചീറ്റി കളഞ്ഞപ്പോ അല്ലെ, ഈ കുഞ്ഞു മത്സ്യങ്ങളും എന്ത് ചെയ്തു? ഉയർന്നു പൊങ്ങി. അതുവരെ വെള്ളത്തിനുള്ളിലൂടെ മാത്രം പോയിരുന്ന മീനുകളാണല്ലേ, അവരാദ്യമായിട്ട് അങ്ങനെ ആകാശം കണ്ടു. കുഞ്ഞു മത്സ്യങ്ങളും കുഞ്ഞു തുള്ളികളും ഒക്കെ ഇങ്ങനെ പൂത്തിരി പോലെ ചിതറുകയാണല്ലേ ചെയ്തത്. അങ്ങനെ പൂത്തിരി പോലെ ചിതറിയത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അത്ഭുത പൂത്തിരി അല്ലെ, അത്ഭുത പൂത്തിരി എന്ന് പറഞ്ഞത്. അപ്പൊ സൂര്യപ്രകാശത്തില് രത്നങ്ങൾ പോലെയാണ് അവര് മിന്നിത്തിളങ്ങിയത്. അങ്ങനെ കുഞ്ഞു മത്സ്യങ്ങൾ എന്ത് ചെയ്തു? കാഴ്ചകൾ കണ്ടു അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താ? അത്ഭുത കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും അല്ലെ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചോ? യെസ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ആശയം എല്ലാവരും ഓർത്ത് വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.